അതെ ഇഷ്ടം പോലെ സ്ഥലമാണ്. കൃഷി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും അവിടെ. പക്ഷെ നോക്കണ്ടാണേ. അതെ നീ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം അവിടെ നിൽക്ക്. ഏട്ടൻ്റെ മൂഡ് എന്താണെന്ന് ഞാൻ നോക്കട്ടെ. പറഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്കാം. അപ്പം അങ്ങോട്ട് വന്നാൽ മതി നീ കേട്ടോളി. ഇവിടെ നിന്ന് എന്താ നോക്കി നിൽക്കണ ഇവിടെ? എന്താ ഇവിടെ വന്ന് നിൽക്കണ പറമ്പില്? അകത്തെങ്ങനെയാണ് ഇരിക്കണത്? 24 മണിക്കൂർ ഫാൻ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുട്ടിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റില്ല. ഇതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം. കിട്ടേണ്ട അവകാശം കിട്ടാണ്ടാവുമ്പോൾ ഏതെങ്കിലും പറമ്പിലേക്ക് ഇറങ്ങി പോവല്ല വേണ്ട, പിടിച്ച് വാങ്ങാൻ നോക്കി ആദ്യം. അതെങ്ങനെയാണ് എല്ലാ കാര്യം നോക്കണം? അച്ഛനല്ലേ? അതാണ് എന്തിനു വിട്ടു കൊടുക്കണം നിങ്ങള്? അച്ഛനല്ലടാ. അച്ഛനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഈ കുടുംബത്തെ ഭരണോ? എടാ ഇത് എങ്ങനെയാണ്? അച്ഛൻ്റെ കൂടെ നമ്മളെ പോലെ തന്നെ ആൾക്കാരില്ലേ? നിങ്ങളാണല്ലോ ഇവിടുത്തെ മൂത്ത ഏട്ടൻ. ആ ബോധം നിങ്ങൾക്ക് ഉണ്ടാ? അച്ഛനിപ്പോ വയ്യ. ഈ വയ്യാത്ത കാലത്ത് ബുദ്ധിയില്ലാത്ത കാര്യങ്ങൾ ഓരോന്ന് തീരുമാനിക്കുകയാണ്. നോക്ക്, ഇക്കണ്ട പണിക്കാരെ നിർത്തിയിട്ട് ആകെ അവിടെ നടന്ന എന്താണ്? 4 തൈ ചീരയാണ്. ഇതിന് പകരം 4 കുരുമുളക് തൈ വയ്ക്കി. സീസണിൽ വരുമാനമാണ് ഇവിടെ. ഇത് പറിച്ച് 4 കട പറിച്ചു കൊടുത്താൽ എന്ത് കിട്ടും? കേട്ടുകിട്ടിയേ പറഞ്ഞ കേക്കണ്ടേ? അപ്പൊ പറഞ്ഞ കേൾക്കാത്ത ആൾക്കാരിന് എന്ത് വേണോ? ആ സ്ഥാനത്ത് അങ്ങോട്ട് മാറ്റി ഇരുത്തിയിട്ട് കുടുംബത്തെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ. അതെന്താ പറ്റില്ലേ നിങ്ങൾക്ക്? അല്ല, നമ്മുടെ കൂട്ടത്തിൽ ആള് കൂടിയാൽ നമുക്ക് വേണം അച്ഛനെ പിടിച്ചൊരു മുക്കിലിരുത്താം. അതുകൊണ്ട് ഉണ്ണീനെ കൊണ്ടുവരാൻ പറഞ്ഞു. നീ എന്താ പറഞ്ഞു കേൾക്കാത്ത? നീ ഉണ്ണീനെ ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. അത് പറയാനാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ വന്നത്. എന്തിനാണ് അവൻ അവിടെ മാറി നിൽക്കുന്നത്? എനിക്കിപ്പോൾ അധികാരമൊന്നും ഇല്ലല്ലോ, എപ്പോൾ വേണേ വരാലോ. അതല്ല, ഇത് പറയുമ്പോ ഇനി എന്തെങ്കിലും നിങ്ങൾ എതിര് പറഞ്ഞാലാണ്. ഇല്ല, അവൻ വരുമല്ലോ. അതാണ് ഈ പറയണത്. ഉണ്ണിയേ, ഇങ്ങോട്ട് വരി. കുട്ടി അങ്ങോട്ട് ഇതെന്താ അങ്ങോട്ട് മടിച്ചു നിൽക്കുന്നത്? ഇതെന്താ നിന്റെ സ്ഥലം തന്നെയാണ് ഇതൊക്കെ? അതേ നോക്ക്, ഞങ്ങളുടെ അമ്മായി കല്യാണം കഴിഞ്ഞ് കാസർഗോഡ്ക്ക് പോയപ്പോൾ പിന്നെ നിങ്ങളുടെ ഒരു ചത്തും ചൂരും ഇല്ല അവിടെ. പിന്നെ വല്ലപ്പോഴും വരുമ്പോൾ ഈ കിട്ടണ എന്തെങ്കിലും മേടിച്ചിട്ട് പോകാന്നല്ലാതെ വേറെ ഒന്നും ഇവിടുന്ന് കിട്ടാൻ പോകില്ല അച്ഛൻ ഇരിക്കണോടത്തോളം കാലം. അതുകൊണ്ടാണ് ഞാൻ പറയണത്. നോക്ക്, അടുത്ത തവണ മുതൽ ഏട്ടൻ തറവാട്ടിലെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഭൂരിപക്ഷം എന്തായി? ഏട്ടൻ്റെ കൂടെ അച്ഛൻ അങ്ങോട്ട് മാറിയിരിക്കും. പിന്നെ നോക്കിങ്ങോട്ട് അച്ഛൻ ആ കസേരയിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ അവിടെ കയറി ഒരു ഇരുത്തങ്ങോട്ട് ഇരിക്കും. തന്നിട്ടുണ്ടല്ലോ നിനക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ എപ്പം കിട്ടുന്നതിനേക്കാളും ഗുണമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും. അമ്മായിൻ്റെ എല്ലാ അവകാശങ്ങളും അണക്ക് ഇവിടുന്ന് ഞങ്ങൾ വാരി കോരി അങ്ങോട്ട് തരും. അതെ, ഇതാ നോക്ക്, ഇനി നിനക്കൊരു ബുദ്ധിമുട്ട് വേണ്ട. കൃഷിയുടെ കാര്യങ്ങളൊക്കെ നിനക്ക് അങ്ങോട്ട് നോക്കി നടത്താം. അത് മാത്രമല്ല കുട്ടിയെ, വണ്ടിയുടെ കാര്യങ്ങൾ അവൻ തന്നെ നോക്കി നടത്തട്ടെ. ആവോ അപ്പൊ ഗതാഗതമായി കൃഷിയായി പിന്നെന്താണ്? നിന്റെ അഭിപ്രായം പറയണ കുട്ടിയെ. ഒറ്റയ്ക്ക് ഭരിക്കണം തന്നെയായിരുന്നു എൻ്റെ മോഹം. അതൊന്നും നടക്കില്ല. ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ കുത്തി പോകുന്നില്ലാത്ത എനിക്ക് ഏൽപ്പിച്ചു തരികയാണ് തറവാട്. അമ്മാനടുത്തൊന്നും നടക്കൂല മനുഷ്യ. സുഗതേട്ടൻ്റെ കൂടെ ഞാൻ നിൽക്കാം. പക്ഷെ നിങ്ങളിപ്പം പറഞ്ഞ കൃഷി അതെനക്ക് തരണം. കൃഷിയും കിട്ടും നിനക്ക്. ഇവിടുത്തെ വണ്ടിയുടെ കാര്യങ്ങളും നോക്കാം. രാജ്യത്തെ മന്ത്രിമാർക്കും കൂടിയില്ല എത്ര ഓഫർ. പിന്നെന്താണ്? എല്ലാം കഴിഞ്ഞ് രാഷ്ട്രീയക്കാരുടെ ഒരു കളി എന്നോട് എടുക്കരുത്. എന്താ ഈ കുട്ടി പറഞ്ഞത്? എന്തിനാപ്പം നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഇപ്പൊ നിലവിൽ നിനക്ക് എന്താ ഇവിടെ നിന്ന് കിട്ടുന്നത്? മാത്രല്ല എന്തെങ്കിലും ഒരു കാര്യം അവകാശത്തോടുകൂടെ ചോദിക്കാൻ പറ്റുമോ അച്ഛനോട്? നിനക്ക് ഇല്ല. പറ്റുമോ? ഇന്നലെതാ വെറുതെ 1-2 ചോദ്യങ്ങളും ഞാൻ ചോദിച്ചാണ് എന്റെ ചെവിടുത്തൊന്ന് കിട്ടിയത്. നീ കണ്ടല്ലേ? കണ്ണെന്ന് പൊഞ്ഞിച്ച പാറി. അതെ, ഇന്നലെ വരെ ഞാൻ അമ്മാവൻ്റെ കൂടെയായിരുന്നു. എല്ലാം വിട്ടേക്ക്. ഇന്നു മുതൽ നിങ്ങളെ കൂടെ ഞാനുണ്ട്. സ്നേഹിച്ച കരള ഉണ്ണി അങ്ങോട്ട് പറിച്ചു കൊടുക്കും. തെറ്റിക്കഴിച്ച 2 കരള ഞാൻ ഇങ്ങോട്ട് എടുത്ത് തിന്നു കളയും. നീ കാസർഗോഡത്തെ കോഴിക്കടയിലെ കാര്യം പറയാണ്ട് ഇവിടുത്തെ കാര്യം പറയും. അതെ, ഒരു കാര്യം ചെയ്യും. ഇപ്പൊ ഉണ്ണി നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഇനി നിങ്ങൾക്ക് എന്ത് വരാ വേണ്ടത്? ഉണ്ണി കൂടിയാൽ നമുക്കാണല്ലോ ഭൂരിപക്ഷം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തന്തേരെ എടുത്തിട്ട് പുറത്തേക്ക് ഇടണു, അവിടെ കയറി ഞാൻ ഇരിക്കുന്നു. കാര്യങ്ങളൊക്കെ നമ്മുടെ വഴുതിയിരിക്കും വരും. അല്ല, നമ്മളിപ്പോ ഈ അച്ഛനിരിക്കുന്ന സ്ഥലത്ത് കയറി ഇരിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താണ് പിന്നെ? എടാ, നമ്മുടെ വീടും തറവാടും വളപ്പും ഒക്കെ കടത്തിലാണ്. പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ മന്മഥ മുതലാളി ഇന്ന് കണ്ടിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. എന്നാൽ നമുക്ക് അവിടെ കയറി ഇരിക്കണതിന് ഒരു ഇതുണ്ട്. അപ്പൊ ഇവിടെ സീറ്റിൽ ഇരിക്കാൻ പറ്റിയ ആൾ തന്നെയാണ് കേട്ടാ. ഇത്ര ബുദ്ധി ഉപയോഗിച്ചാൽ മതി നിങ്ങള്. ഇത് ഇപ്പോഴല്ലേ പറഞ്ഞത്? നിങ്ങളെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടിട്ടേ നമ്മുടെ മന്മഥൻ സാറിനെ ഇങ്ങോട്ട് വീഴ്പ്പിച്ചിട്ടുണ്ട്. മോഹനപ്പ കൊണ്ടുവരും ആളിനെ. അണ്ണന്മാരും അനിയന്മാരും അപ്പികളും എല്ലാം ഉണ്ടല്ലോ. പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ നടന്ന ആളാണ്. കോട്ടായി തെയ്യായി എന്തൊക്കെ സാധനങ്ങളായി.
എന്റെ ആച്ചാര അമ്മച്ചി ഇത് എന്തിനു കാണുന്നത് അപ്പകളെല്ലാം കൂടെ ജോയിന്റ് ആയ ഇന്നലെ തന്തപ്പടി ചെവള വിളക്ക് പറഞ്ഞ കിട്ടിയപ്പോ എല്ലാം കൂടെ ജോയിന്റ് ആയല്ലോ സന്തോഷം വരി നിങ്ങള് ആ ഇവിടെ വരുന്ന അച്ഛനൊന്നും കണ്ടില്ലല്ലോ. ആരും കണ്ടില്ല. കണ്ടാൽ എന്താണ്? അല്ല എന്നാലും അങ്ങനെയല്ലല്ലോ. അല്ല എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അതെ, ഇനി സാമ്പത്തികമായിട്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഭരണമില്ല, പക്ഷെ നോക്കി ഉണ്ണി ഇപ്പൊ ഞങ്ങളുടെ കൂടെയാണ്. നിനക്ക് നല്ല ബുദ്ധി വന്നാടേ മുമ്പേ ഉണ്ടായിരുന്നു. നല്ലത്. അധികം വൈകാതെ തന്നെ അച്ഛനെ അവിടുന്ന് പിടിച്ചു മാറ്റിയിട്ട് ആ കസാരയിൽ ഞാൻ കയറിയിരിക്കും. സത്യം പറയാ ഞാൻ കുറെ നാളായിട്ട് നിങ്ങളൊക്കെ ഇത് പറയണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇത്ര നാൾ എന്റെ തന്തപ്പടി എന്റെ കച്ചവടം എല്ലാം പിടിച്ചു വെച്ചിരുന്നു. ഞാൻ പതുക്കെ അയാളെ കാലുവിടയ്ക്ക് ഒതുക്കി ഒരിടത്തിരുത്തി. ഇപ്പൊ കച്ചവടം എന്റെ കയ്യിലല്ലേ. അതുകൊണ്ട് ഞാൻ ഒരുപാട് കുടുംബങ്ങളെ സഹായിക്കുന്നുണ്ട്, ഒരുപാട് പേര് കഷ്ടപ്പെടുന്നവരെയൊക്കെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അത് തന്നെയാണ് ഇനി ഈ വക രംഗത്തേക്കൊക്കെ ചെറുപ്പക്കാരെ ഇറങ്ങട്ടെ. പിന്നെ ഒരു കാര്യം, നിങ്ങളൊരു അനിയചെറുക്കല്ലേ ഒരു ഇളയ വാവളന്നായി വ്യാരിയാതെ അവനെയും കൂടെ നിങ്ങളെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂട്ടിയിട്ട് അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കി. വെറുതെ കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടില്ല. എന്ത് കാരണം അവൻ തറവാട് വിട്ടിട്ട് കൊച്ചിയിൽ പോയി പഠിച്ചിട്ട് വലിയ അറിവാളിയായിരിക്കണം അവൻ. ശരിക്കും പറഞ്ഞാൽ ഇവൻ പോയി പഠിക്കേണ്ടതാണ് കൊച്ചിയിലെ. നന്നായിട്ട് പഠിക്കും. പോവാത്തോണ്ട് തന്നെ അവൻ നിങ്ങളോട് കൂടിയില്ലേ? അവന് വിവരം വെച്ചാൽ അവനും നിങ്ങളോട് കൂടുവോ? നിങ്ങൾ പറഞ്ഞ മാതിരി ഈ പ്യാരി എന്ന് പറഞ്ഞവന്റെ കാര്യത്തിലാണ് ഇത്തിരി പേടിയുള്ളത് ഞങ്ങൾക്ക്. പിന്നെ എന്തായാലും നിങ്ങളെല്ലാം ജോയിന്റ് ആയ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ആവശ്യമുള്ള കായ്കൾ ഞാൻ തരും. നിങ്ങളെ തന്തപ്പടി കൊടുക്കണതിന്റെ ഡബിൾ ഞാൻ തരും. പക്ഷെ ഒരു കാര്യം, നിങ്ങളെ തന്തപ്പടി കാരണം നക്കാപ്പിച്ച പലിശ എന്നാ പോരാ, പലിശകളിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ഒരു പാലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടല്ലേ, ഒരിടത്ത് വിട്ടുപോകില്ലേ? പാലുണ്ടല്ലോ വേണം. കായകൾ ആവശ്യമുള്ള ഞാൻ തരും, ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ ഡമ്മിയായിട്ട് കസേരയിലെങ്കിൽ ഇരുന്നാ മതി കേട്ടല്ലേ. അപ്പൊ ഈ തറവാടിന്റെ ഭരണം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്റെ കൂടെ നിൽക്കണം. എപ്പൊ നിന്ന് ചോദിച്ചാൽ മതി. അപ്പൊ പറഞ്ഞ പോലെ നോക്കി നിൽക്കേണ്ട കൈ വെക്കണ ചക്ക. ഇതാണ് ഈ ചെക്കൻ എന്ത് കാര്യത്തിന് ഇങ്ങനെ വിട്ടു അവസാനം ഒന്നും ഇല്ലാണ്ടായി. ഏതായാലും നമ്മൾ ഒന്നാം സ്ഥിതിക്ക് നമുക്കൊരു സെൽഫി എടുക്കാം. എന്റെ വാട്സപ്പിൽ സ്റ്റാറ്റസും കൂട്ടിടാം. ദാ ഉണ്ണിയെ സെൽഫിയൊക്കെ ഒന്ന് ഈ എടുത്തോ. അവസാനം നിന്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട അച്ഛനെങ്ങാനും അറിഞ്ഞാട്ടല്ലോ, നിന്റെ കണ്ണിന്റെ സിലിണ്ടർ ഞാൻ തല്ലി മുറിക്കും. അപ്പൊ നമ്മൾ പൊളിക്കും. അല്ല, അച്ഛനൊരു അത്യാവശ്യമായിട്ടൊരു യാത്രയുണ്ട്, ഇന്നത്തെയും കൂടി ഒന്ന്. ഞാൻ സംസാരിച്ചോട്ടെ, ഞാൻ തിരിച്ചു വിളിക്കാം. എവിടെ വിളിക്കാൻ പറഞ്ഞ വണ്ടി എടുത്തു? ഒരു പ്രശ്നം ഉണ്ടല്ലോ അച്ഛാ. എന്താണ്? ഇപ്പൊ ഞാൻ വർഗീസിയറിനെ വിളിച്ചത്. അപ്പൊ പുള്ളി പറഞ്ഞ നമ്മൾ ഇത്രയും കാലം വിളിച്ച വണ്ടിയുടെ വാടക കൊടുത്താൽ ഇന്ന് വണ്ടി വിടാൻ പറ്റുള്ളൂ എന്ന് പറയണം. വാടക കൊടുക്കാന്ന് പറയേ. പൈസ വേണ്ടി വിടാ, പൈസ ഒന്നുമില്ല. അല്ല, ഇപ്പൊ അച്ഛന്റെ വണ്ടിയും പുറകെ വന്ന പരിവാരങ്ങളുടെ വണ്ടിയും എല്ലാം നമ്മൾ പുറത്തുനിന്നാ വിളിച്ചത്. ഇവിടെ ഉണ്ടല്ലോ വണ്ടി, അതെടുക്ക്. നമ്മുടെ വണ്ടികളൊക്കെ കട്ടപ്പുറത്തിരിക്കുകയല്ലേ 6-7 വണ്ടിയുള്ളത്. അതിന്റെ ഇൻഷുറൻസും ടാക്സും ഒക്കെ അടച്ചിട്ട് എത്ര വർഷമായി. പിന്നെ കുറെ ഉണ്ടായത് പാട്ടവിലൊക്കെ നമ്മൾ വിൽക്കുകയും ചെയ്തില്ലേ. ഇത്രയും വണ്ടി ഉണ്ടായിട്ട് ഒരെണ്ണം ഒരു ആവശ്യത്തിന് എടുക്കുമ്പോൾ ഇല്ലാന്ന് പറയുന്നത്. അപ്പൊ ആ ഡ്രൈവർമാരെയൊക്കെ പിരിച്ചുവിട്ടില്ല, ശമ്പളം കൊടുക്കാൻ പറ്റാതെ. ശമ്പളം കൊടുക്കാതെ കുറെ കാലായി. എന്നാ പുതിയതൊരെണ്ണം വാങ്ങിക്ക്. ആ ബ്ലാക്ക് കളർ ആയിക്കോട്ടെ. ഇവിടുന്ന് പൈസ എടുത്ത് മേടിക്കുക. അപ്പൊ അതിന് പൈസ ഇല്ല, വളരെ ഞെരുക്കാന്ന്. അച്ഛാ അത് തന്നെയല്ല, ശീതളേട്ടനും സുഖദേട്ടനൊക്കെ കൂടി നമ്മുടെ ബന്ധുക്കളെ എല്ലാവരും നമുക്ക് എതിരാക്കിയിട്ടുണ്ട്. അമ്മക്കാണെങ്കിലും നമ്മളോട് പഴയ പോലെ ഒരു വിശ്വാസവും താല്പര്യവും ഇല്ല. പിന്നെ ഉണ്ണിയാണെങ്കിൽ മറുകണ്ഠം ചാടി. അതെ. ഉണ്ണിയോ? ഉണ്ണി എന്നോട് പറഞ്ഞു അവനും ഭാര്യക്കും കൂടി ഒരു വിദേശയാത്ര പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ പറ്റില്ല, അടുത്ത ബഡ്ജറ്റിൽ നമുക്ക് പെടുത്താന്ന് പറഞ്ഞപ്പോൾ അവരെന്തോ പ്രലോഭനം കൊടുത്തപ്പോൾ അവൻ അങ്ങോട്ട് പോയി. ഒരു കാര്യം ചെയ്യും, ആ മന്മഥനെ വിളിക്ക്, കുറച്ചുകൂടെ ഫണ്ട് തരാൻ പറ. അയാൾ എന്തോ അറിഞ്ഞ മട്ടാണ്, ഒരു പിടുത്തം തരുന്നില്ല, പുള്ളി സ്ലിപ്പായി കളിക്കാണ്. മന്മഥനിപ്പോൾ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്ത് നോട്ടീസ്? ആ പൈസ എല്ലാം തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മൾ വസ്തു ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്നാ ആധാരം എടുത്ത് ബാങ്കിൽ കൊണ്ടുപോയി വെക്ക്. അതല്ലേ ഓണത്തിന് പലചരക്ക് സാധനം എടുത്ത വകയിൽ പലചരക്കാരന് കൊടുക്കാനുള്ള പൈസ കൊടുക്കാൻ സൊസൈറ്റി കൊണ്ടുപോയി വെച്ചത്. അത് അടച്ചിട്ടുമില്ല. എന്താ ചെയ്യാ? അമ്മക്കാണെങ്കിൽ ഒരു കണ്ണട വേണമെന്ന് പറയുന്നുണ്ട്. 10,70,000 രൂപയാവും അത്. മുറുക്കാനും വെറ്റിലും ഇല്ല, അടയ്ക്കും ഇല്ല. അത് തീർന്നു പോയി. പുകയില കുറച്ച് മാത്രമുണ്ട്. ഒരു കഷ്ണം പുകയില വേണോ? എന്താ ഇപ്പൊ ചെയ്യണത്?
അരിയും സാധനമൊക്കെ തീർന്ന് എല്ലാവരും പട്ടിണിയായാൽ പിന്നെ സമരവും ബഹളമൊക്കെ ആകൂടാ, നിൽക്കാൻ പറ്റില്ല.